എന്റെ അമ്മേ. വേണ്ടടാ ഒരു പഞ്ചാബിക്കാരൻ വന്നേക്കണ്. ചെലപ്പോ മീൻ മേടിക്കാൻ വന്നതാവും. ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അല്ല, തലയ്ക്കകത്ത് എന്തേലും വ്യാണ്ടേ? നിന്റെ അച്ഛന്റെ കോണകമൊന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത്. ദേ മലയാളം പറയണ്. എടാ നീ ഇത് ആരാണെന്നാ കരുതിയത്? ആരാടാ ഈ വരുത്തന്മാരെ? അവർക്ക് ഇവിടെ വലിയ പരിചയം പോരാ ബൈ. എടാ, നിങ്ങളെക്കാൾ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് 40 കൊല്ലമായി. ആശാന്റെ ഒരു 2 വരെ കവിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കുവോ? അത് സാധിക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാൻ പൂരപ്പാട്ടും തെറിയാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടാ എസ്തപ്പാനോസേ, ആ ഗംഗാധരൻ ഇതുവഴി എങ്ങാനും വന്നോടാ. അയ്യോ, ഭാര്യയുടെ കാശ് നീ അയാൾ വന്ന് തീർത്തില്ലേ? തന്നില്ല. ആ മരങ്ങോടിനെ കണ്ടാൽ ഞാൻ ചുട്ടുകളയും. ഞാനടാ ബോട്ട് പറഞ്ഞു. ഇതാരാ? കണ്ടാൽ അറിയില്ലേ? ആരോ നമസ്കരിക്കുന്നാവും മണ്ട. ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം വരണത്. എന്റെ ബോട്ട് നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ? ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയ. അത് നോക്കി എന്റെ ബോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാദ്യങ്ങള്. ഈ സാബാണൊരു പാവമാണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കിയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000. 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറയാ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത്? ഓക്രിത്രം പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തിക്ക് പിടിയിട്ടുള്ള ഞാൻ. സാബ് വിഷമിക്കൊന്നും വേണ്ട. ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ പോയിട്ട് വന്നേക്കാം. ആരും എന്റെ ബോട്ടിൽ കയറി പാടുന്നു. പിന്നെ ലേലം വിളിക്കാൻ വന്നവർ റെഡി കാശിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. ഒറ്റ മീൻ പോലും ഇല്ലേ? രമണ, ഇതെന്താണ് മത്സ്യകന്യക? മത്സ്യകന്യകൻ. രമണ, നീ എന്തായി പറയുന്നത്? ഇത് ഡെഡ് ബോഡി അല്ലേ? ഡെഡ് ബോഡിയാ? ഇതാ ആര് പറഞ്ഞ ഡെഡ് ബോഡിയാണെന്ന്? ആ ചെകള വിളിച്ചൊന്ന് നോക്കിയേ, ജീവനുണ്ട്. ഞാനിപ്പോ പഞ്ചാബിനോട് എന്ത് പറയും? ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയണത്? ഇതിന് ആശുപത്രി കൊണ്ടോ മുതലാളി പോരെ? ചതിച്ചല്ലോടാ നീ. ആദ്യത്തെ വലയടിച്ചതില് വീണത് ഇവനാ. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു. നന്നായി. മുതലാളി ആഗസ്റ്റ് 15-ന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. പടക്കം കിട്ടിട്ട് എന്തിനാ പട്ടി നിന്റെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാനാ? പടക്കല്ല പണ്ടിറങ്ങാനായിട്ട് പതക്കം. ഈ കാലം പിടിച്ചേ. എന്തേ ഈ ഡെഡ് ബോഡി ആശുപത്രി കൊണ്ടുപോകണ മുമ്പ് ഇവിടെ മരിച്ചാലുണ്ടല്ല മുതലാളി എന്നെ സമാധാനം പറയേണ്ടി വരും. എന്നാ പിന്നെ പണ്ടാറങ്ങണം. ആശാനെന്താ ഇവിടെ? നിന്നെ അന്വേഷിച്ചു തന്നെ. നീ ഇതിലെ ഓടിയത്? നിങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചതല്ലേ? കാശ് കൊടുക്കാനുള്ളത് കാരം പിടിച്ച് വരികയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്.
എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമേലാ? നിന്നെ സിനിമയിലേക്ക് കൊണ്ടുപോകാനാണ് ആശാൻ കാറും കൊണ്ടുവന്നേക്കണത്. ആശാന്? എന്റെ ആശാന്? ആശാൻ എന്റെ ദൈവമാണ് ആശാന്. എന്തോ പണ്ട് നമ്മുടെ സ്നാപയോ എന്ന നാടകത്തില് സരോജിനിയായിട്ട് അഭിനയിച്ചൊരു പെണ്ണില്ലേ, അവളെ നീ എവിടെ കൊണ്ടുവന്നത്? അതെ. അവളെ വേണം എന്തിന്? നമ്മുടെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ. എന്താ അവളുടെ പേര്? അവളുടെ പേര് എന്റെ ദൈവമേ, പേര് വേണ്ട. പേര് കിട്ടിയില്ലേലും കുഴപ്പമില്ല, നമുക്ക് വേറെ പേരിടാം. അവളുടെ വീട് എവിടെയാണെന്നറിയോ? അതെനിക്കറിയാം. എന്നാ പിന്നെ വണ്ടിയിലോട്ട് കയറ്. കുറെ ദൂരെയാണ്, ചെല്ലാൻ സന്ധ്യയാവും. കുറെ വളവും തിരിവൊക്കെ ഉണ്ട്. വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത്. അണ്ണാ, നീ വണ്ടിയിലോട്ട് കയറ്. ഏത് പാതിരാത്രി ആണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം. എല്ലാരും കേരള കേറടാ. ഒരലി കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുവോ? ഓർത്തില്ലേ? ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി. പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി. ജുബേ ഒരെണ്ണം തന്നില്ലേ, ഇനി ഇത് മുഷിന് നേരട്ടെ അപ്പ തരാം. യമകെ കയ്യിലുള്ള വോട്ട് പോകാതെ നോക്കട്ടെ. അണ്ണാ കിട്ടിയ ഉദ്ദൻ. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് നീ വലിച്ചിട്ടല്ലേ പിടിച്ച് തള്ളല്ലേ? ഞാനാ. ഓഹോ, അപ്പൊ ഇവനായിരുന്നല്ലേ ഡ്രൈവർ? അവന് വിശക്കണുണ്ടാവും മുതലാളി, പാവം പറയാനറിയാൻ പാടില്ലല്ല, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ച് കേറ്റായിരുന്നാ മതി. ആശാനെ 3 ചായ, 1 പാല്, കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവന് ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. ആ പാലും മഞ്ഞ എന്റെ ചായയിലേക്ക് ഇട്ടേക്കട്ടാ. അവിടെ വെച്ചേക്കട, കൈ ഇത്താവും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ചായ എടുക്കാശനെ. ഉത്സയാണെന്ന് പറഞ്ഞ വെള്ളം കൊടുത്തേക്ക്. പൊട്ടനാണ് മനസ്സിലാവൂല. മുണുങ്ങ്. എന്താണ് ഇതിന് മധുരയില്ലേ? ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഇതിനാണെങ്കിൽ ഒടുക്കത്ത മധുരോ. ഏതായാലും കുളിച്ച് ഇനി നനഞ്ഞു കയറാം. മുണുങ്ങ് ഒരെണ്ണം അവനോട് കൊടുത്തേക്ക്. മുണുങ്ങ്. യവാ, മുതലാളി അവനെ കാണാനില്ല. അവനെ കാണാനില്ല. ആ, യവാ, യവാ. ഇത് പൊട്ടന്മാരി കളിക്കാനുള്ള സാധനമല്ല. ബില്ല ഇതെന്ത് പണ്ടാലും വെറുതെ ബില്ലടിക്കണ? മിഷൻ കേടാക്കി. ഏയ്, പണം തന്നിട്ട് പോണം. പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല. ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്നു? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുന്നു. ആര്? ഇയാളെ. ഇയാളെ. വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ചേടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ. മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോടാ, പോയി നോക്കടാ. നടക്കടാ. പണ്ടാര എന്റെ തലയിലായടാ. ഇവൻ വലയിലായപ്പോഴേ ഞാൻ കരുതിയതാ മുതലാളി തലയിലാവൂന്ന്. അതേടാ, എന്റെ തലയിൽ തന്നെ ആവും. നിന്റെ തലയിൽ ഒന്നുമില്ലല്ലോ. വോട്ടിന്റെ കെട്ടയക്കടാ, അയക്കടാ. ആ പഞ്ചാബികളെന്താ വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ട് നേട്ടാൻ പറഞ്ഞത്? ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറംകടലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറകടലിൽ ഞാനൊരു പെട്ടിക്കൂടെ നോക്കണ. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കുളവാഴം വന്നിട്ടുണ്ട്. മുതലാളി ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തേണ്. എന്താടാ? കടം മേടിച്ച കൊടുക്കൂല. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ കളഞ്ഞില്ലെങ്കിൽ നിന്നെ ബോട്ടിക്കേറ്റൂല. മുതലാളിക്കും കയറാൻ പറ്റൂല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ്. അതല്ലടാ കെട്ടഴിക്കാൻ പറഞ്ഞത്. ആ, അങ്ങനെ മലയാളത്തിൽ പറ. കൊല്ലും ഞാൻ പന്നി. ഇനിയിപ്പോ ഏതായാലും ബോട്ട് വിൽക്കാം. കേറല്ലേ, ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ. ദൈവത്തെ ഓർത്ത് വലതുകാല് വെച്ച് കേരള തെണ്ടി. എലിക്കല്ലേ വലത് കാലത്ത് മുതലാളി ചെട്ടി പുറകോട്ട് പോണ്. ചെട്ടി പുറകോട്ട് പോണല്ലടാ, ബോട്ട് മുമ്പോട്ട് പോണ്. ഇതെന്ത് മറിമായം? ബോട്ട് പോകും. നമ്മളെ വെള്ളത്തിൽ ചാടാ. ഞാൻ വെള്ളത്തിൽ ചാടി ചത്തിട്ടെന്ത് കാര്യം? ബോട്ട് പോയില്ലേ? എന്റെ ദൈവമേ, ഈ മുടിഞ്ഞവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ലോ. പാവ, അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനെന്ത് ചെയ്യടാ? മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട്
അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതിടവുമേ.